ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ജ്വല്ലറിയുടെ കളറിങ് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നമ്മൾ പതിപോലെ ഫസ്റ്റ് ബ്ലാക്ക് കോട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഈ ജ്വല്ലറി നന്നായിട്ട് 3 ദിവസം നന്നായിട്ട് ഡ്രൈ ആയിട്ട് പിന്നെ ഫയർ ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് കളറ് പെട്ടെന്ന് തന്നെ ഡ്രൈ ആയിക്കോളട്ടെ. നമ്മൾ കളറ് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ അത് ഡ്രൈ ആവും. അപ്പോൾ നമ്മൾ ബ്ലാക്ക് അധികം ഡാർക്കായിട്ട് കൊടുക്കുന്നില്ല, കുറച്ചൊന്ന് വെള്ളത്തിലൊന്ന് ഡയലൂട്ട് ചെയ്തിട്ട് ലൈറ്റായിട്ട് കൊടുക്കുന്നുള്ളൂ. ബീഡ്സിന് നന്നായിട്ട് ഡാർക്കായിട്ട് തന്നെ അപ്ലൈ ചെയ്യുക. ബീഡ്സിൽ വേറെ കളറൊന്നും അപ്ലൈ ചെയ്യുന്നില്ല, ബ്ലാക്കാണ് ബീഡ്സ്. അപ്പോൾ അതുകൊണ്ട് ബീഡ്സിന് കുറച്ച് നന്നായിട്ട് ഡാർക്കായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ ഇയറിങ്സിനും അതുപോലെ തന്നെ ബ്ലാക്ക് കോട്ട് കൊടുക്കണേണ്. അപ്പോൾ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് അക്രൈലിക് കളറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു കോട്ട് അപ്ലൈ ചെയ്തിട്ട് ബീഡ്സിൽ നമുക്ക് അതൊന്ന് ഡ്രൈ ആയി കഴിഞ്ഞിട്ട് രണ്ടാമത്തെ കോട്ടും കൂടി ഒന്ന് അപ്ലൈ ചെയ്യും. അപ്പോൾ സെൻറ്റർ ബീഡ്സിൻ്റെ സൈഡിലുള്ള ഭാഗത്തൊക്കെ ഞാനൊരു ലൈറ്റ് ഗ്രീനാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഈ ലൈറ്റ് ഗ്രീൻ എൻ്റെ കയ്യിൽ ഈ ലൈറ്റ് ഗ്രീൻ ഇല്ല. അപ്പോൾ ഞാനിത് ഡാർക്ക് ഗ്രീനും യെല്ലോയും പിന്നെ കുറച്ചൊരു വൈറ്റും കൂടി മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുള്ളതാണ് ഈ കളറ്. അപ്പോൾ ഞാനിത് കുറച്ച് തിക്കായിട്ട് തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് സെൻറ്ററിൽ ഫുള്ളായിട്ട് ചെയ്ത് കൊടുക്കാം. ആ ചെറിയ ഡോട്ട്സിലൊക്കെ കവറായാലും കുഴപ്പമില്ല. ലാസ്റ്റ് നമ്മൾ കളർ ചെയ്യുമ്പോൾ അത് ഡോട്ട്സിൽ നമുക്ക് പിന്നീട് കളർ ചെയ്യുമ്പോൾ അത് കറക്റ്റായിട്ട് വന്നോളും. അപ്പോൾ അതിൻ്റെ എഡ്ജസിൽ നമുക്ക് ഇങ്ങനെ ഡാർക്ക് ഗ്രീൻ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് നല്ല ഡാർക്ക് ഗ്രീൻ ആണ്. അപ്പോൾ വീഡിയോയിൽ അത്ര ഡാർക്കായിട്ട് കാണാത്തതുകൊണ്ടാണ്. നല്ല ഡാർക്ക് ഗ്രീൻ ആണ് കേട്ടോ ഇത് അപ്ലൈ ചെയ്യുന്നത്. അതപ്പോൾ ചുറ്റി ഫുൾ സൈഡിൽ അതങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് പെറ്റൽസിന് കളർ കൊടുക്കാം. പെറ്റൽസിന് ഞാൻ ഒരു ലൈറ്റ് ബ്ലൂ കളറാണ് കൊടുത്തിരിക്കുന്നത്. ബ്ലൂവിൽ കുറച്ചൊരു വൈറ്റ് കളറ് മിക്സ് ചെയ്തിട്ട് ലൈറ്റായിട്ട് ഒരു ബ്ലൂ കളർ കൊടുത്തിട്ടുണ്ട്. സ്കൈ ബ്ലൂ കളർ എന്ന് പറയാം. അപ്പോൾ അത് നമുക്ക് എല്ലാ പെറ്റൽസിനും അത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി സെൻറ്ററിലെ ബീഡ്സിന് നമുക്കൊരു ബ്രോൺസ് കളർ അടിച്ചു കൊടുക്കാം. അപ്പോൾ സെൻറ്ററിലും അതിൻ്റെ സൈഡിലെ ബീഡ്സിൻ്റെ സൈഡിലും എല്ലാം ബ്രോൺസ് തന്നെ അടിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ഇയറിങ്സിനും ബ്രോൺസ് കളർ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് കളർ എടുത്തിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അല്ലെങ്കിൽ ആ ഡിസൈനൊക്കെ പോകും. അതിൻ്റെ നടുക്കൊക്കെ കുറച്ച് ബ്ലാക്ക് കാണണം. അപ്പോൾ അതുപോലെ നമ്മൾ കുറേശ്ശെ ആയിട്ട് കളർ യൂസ് ചെയ്തിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഒന്ന് ലൈറ്റായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഒരു കോട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ രണ്ടാമത്തെ കോട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ അതിൻ്റെ സൈഡിലും ബാക്കിലും എല്ലാം ഞാൻ ഈ സെയിം കളർ തന്നെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ആ സെൻറ്ററിലെ റൗണ്ടിന് നമുക്ക് ബ്ലൂ കളർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. സെൻറ്ററിലെ റൗണ്ടിൽ ബ്ലൂ കളറും പിന്നെ അതിൻ്റെ ഏറ്റവും നടുക്കായിട്ടുള്ള ഡോട്ടിൽ ഞാനൊരു ഗ്രീൻ കളറാണ് അപ്ലൈ ചെയ്യുന്നത്. അതുപോലെ തന്നെ വലിയ പെൻഡൻറ്റിൻ്റെ നടുക്കായിട്ട് നമുക്ക് ഗ്രീൻ കളർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ സൈഡിലായിട്ട് ആ ലൈറ്റ് ബ്ലൂ അത് അപ്ലൈ ചെയ്ത് കൊടുക്കാം.
പിന്നെ അതിനകത്ത് ചെറിയ ചെറിയ ഡോട്ട് ഡിസൈൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തേക്ക് ഞാൻ ബ്രോൺസ് കളർ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ നമ്മുടെ പെൻഡൻറ്റും ഇയറിങ്സും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബീഡ്സ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ബ്രോൺസ് കളറും പിന്നെ ഗ്രീൻ കളറും ആണ് ബീഡ്സിന് അപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ ബൈ.